പോലീസ് സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറക്കുകയാണ്. കോടതി കേൾക്കട്ടെ. തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏകദേശം 10 മിനിറ്റിനകം CJM കോടതിക്ക് മുന്നിലെത്തും. അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. ഹണി റോസിന്റെ പരാതിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കാനിരിക്കുന്നത്. സൈഫുനിസ അലിയാറുണ്ട്. സൈഫുനിസ, ഇപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചിരിക്കുകയാണ്. വാഹനം പുറപ്പെട്ടോ? തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് പോലീസ് ജീപ്പ് പുറപ്പെടുകയാണ്. പോലീസ് ജീപ്പ് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് എത്തും. ശരി, 10 മിനിറ്റിനകം തന്നെ CJM കോടതിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അവിടെ നിന്നും ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ള വാദത്തിനായി തയ്യാറാകുന്നു. റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയുടെ പ്രചാരണം ലക്ഷ്യമിട്ടാണ് ഹണി റോസിന്റെ പരാതി എന്ന ആരോപണം ഉയർത്താനാണ് പ്രതിഭാഗത്തിന്റെ ശ്രമം. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം പ്രതിഭാഗം ഉയർത്തിയിരുന്നു. അടുത്ത സിനിമയുടെ പ്രമേയം തന്നെ സ്ത്രീയുടെ പ്രതികാരമാണ്. ഇതിനു മുന്നോടിയായുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് നിലവിൽ നടത്തുന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻപിള്ള വാദിക്കാനിരിക്കുന്നത് എന്നാണ് അറിയാനാകുന്നത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന വാദം അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഡിജിറ്റൽ തെളിവുകൾ, കൂടുതൽ ബോബി ചെമ്മണ്ണൂരിന് കുരുക്കാകുന്ന ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വകുപ്പുകൾ ചുമത്താനാകുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്.